നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്, അതിൻ്റെ യൂസ് എന്താണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, ഈ പാർട്ടിൽ നിന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് നോക്കാം. ദീസ് ആർ സർട്ടൻ നമ്പേഴ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽസ്. അതിൽ നമുക്ക് ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ് ആണ് ക്വാണ്ടം നമ്പർ എന്ന് പറയാം. അതായത് ഒരു ഇലക്ട്രോണെ നമുക്ക് അത് ഏത് എനർജി ലെവലിലാണ് ഉള്ളത്, അതിൽ മെയിൻ എനർജി ലെവലിലുള്ള സബ് എനർജി ലെവൽ ഏതാണ്, അതേപോലെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ്, അതേപോലെ ഇലക്ട്രോൺ, സ്പിൻ ഓഫ് ദ ഇലക്ട്രോൺ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ക്വാണ്ടം നമ്പർ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സെക്കൻഡ് വൺ അസിമെട്രിക്കൽ ക്വാണ്ടം നമ്പർ, തേർഡ് വൺ മാഗ്നറ്റിക് മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഫസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റേഴ്സ് എൻ ആണ്. ഇറ്റ് ഗിവ്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അതായത് ദ മെയിൻ എനർജി ലെവൽ, ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ, ദ ഷെൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഈസ് ഫൗണ്ട് ആൻഡ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ്. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് തരുന്നത്. അതായത് ഏത് മെയിൻ എനർജി ലെവലിലാണ് ഇലക്ട്രോൺ ഉള്ളത്, അതേപോലെ ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സഹായകമാണ്. ദ പോസിബിൾ വാല്യൂസ് ഓഫ് എൻ ആർ 1, 2, 3, 4 എക്സെട്ര. അതായത് എൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ ഷെല്ലാണ്, 2 ആണെങ്കിൽ എൽ ഷെല്ല്, 3 ആണെങ്കിൽ എം ഷെല്ലാണ്. അടുത്ത ക്വാണ്ടം നമ്പറാണ് അസിമെട്രിക്കൽ ക്വാണ്ടം നമ്പർ ഓർ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എൽ. It gives the following information: the shape of the orbital, the subshell or sublevel in which the electron is located, the orbital angular momentum of the electron. അതായത് എൽ വാല്യൂ നമുക്ക് ഓർബിറ്റലിൻ്റെ ഷേപ്പ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതേപോലെ ഏത് സബ് ഷെല്ലിലാണ് അല്ലെങ്കിൽ സബ് എനർജി ലെവലിലാണ് ഇലക്ട്രോൺ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ അസിമെട്രിക്കൽ ക്വാണ്ടം നമ്പർ എൽ സഹായിക്കുന്നു. ഒരു ഷെല്ലിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എൻ വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരു ഷെല്ലിന് പോസിബിൾ ആയിട്ടുള്ള എൽ വാല്യൂസ് എന്ന് പറയുന്നത് 0 to n-1 വാല്യൂസ് ആണ്. അതായത് എൽ വാല്യൂ 0 ആണെങ്കിൽ എസ് ഓർബിറ്റൽ ആണ്, എൽ ഈസ് ഈക്വൽ ടു 1 പി ഓർബിറ്റൽ, എൽ ഈസ് ഈക്വൽ ടു 2 ഡി, എൽ ഈസ് ഈക്വൽ ടു 3 എഫ് ഓർബിറ്റൽ. ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഓർബിറ്റൽസ് ഷേപ്പ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്ത സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എം എന്ന് പറയുന്ന ലെറ്റർ അല്ലെങ്കിൽ എം എൽ എന്ന് പറയാം. ഇത് തരുന്നത് ഇറ്റ് ഗിവ്സ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽസ് ഇൻ സ്പേസ്. എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് ഓർബിറ്റൽസ്, ഏത് ഡയറക്ഷനിലാണ് ഓർബിറ്റൽസ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് പോസിബിൾ വാല്യൂസ്, എത്ര ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ് ഒരു ഓർബിറ്റലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 2l+1 വാല്യൂസ് പോസിബിൾ ആണ്. അതായത് 2l ഈസ് അസിമെട്രിക്കൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ അസിമെട്രിക്കൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സ്റ്റാർട്ട് ഫ്രം -l to +l ഇൻക്ലൂഡിങ് 0 ആണ്. -l to +l ഇൻക്ലൂഡിങ് 0. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എൽ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എത്ര എം വാല്യൂസ് പോസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദറ്റ് ഈസ് 2l+1 വാല്യൂസ് ആണ്. അതായത് 2 × 0 ആണ്. എൽ വാല്യൂ 0 ആയതുകൊണ്ട് 2 × 0+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 വാല്യൂ പോസിബിൾ ആണ്. അതേതാണ് എം വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് അതിൻ്റെ അർത്ഥം ഇഫ് എൽ ഈസ് ഈക്വൽ ടു 0, എം ഈസ് ഈക്വൽ ടു, അതായത് ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ ഈസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് ഓൺലി 1 ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ് എന്നർത്ഥം. എസ് ഓർബിറ്റലിന് ഒരു ഓറിയൻറ്റേഷൻ മാത്രം പോസിബിൾ ആണ്. ഇനി ഇഫ് എൽ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എം എൽ വാല്യൂസ്, പോസിബിൾ എം എൽ വാല്യൂസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 2l+1, 2 × 1+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ എം എൽ വാല്യൂസ് -1, 1, 2 +1 ഇൻക്ലൂഡിങ് 0. അതായത് -l to +l ഇൻക്ലൂഡിങ് 0 എന്നാണ്. -1, 0, +1. അതായത് പി സബ്ഷെൽ നമുക്കറിയാം എൽ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഏത് സബ്ഷെലാണ്, പി ആണ്. പിക്ക് 3 ഓറിയൻറ്റേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് പി എക്സ്, പി വൈ ആൻഡ് പി സെഡ് ഓർബിറ്റൽ. ഇനി ഇഫ് എൽ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എം എൽ വാല്യൂസ് ഏതൊക്കെയാണ്, എത്ര വാല്യൂസ് പോസിബിൾ ആണെന്ന് നോക്കാം. എൽ ഈസ് ഈക്വൽ 2 ആണെങ്കിൽ ഡി ഓർബിറ്റൽ ആണ്. അതായത് 2 × 2+1 ആണ് എന്ന് പറഞ്ഞാൽ 5 ഓറിയൻറ്റേഷൻ ഉണ്ട് ഡി ഓർബിറ്റൽസ് എന്നാണ്. അതായത് ഏതൊക്കെയാണ് പോസിബിൾ ഓറിയൻറ്റേഷൻ വാല്യൂസ് എന്ന് ചോദിച്ചാൽ എം എൽ വാല്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ -2, -1, 0, +1 ആൻഡ് +2.
അതായത് ഇതിൽ നിന്ന് നമുക്ക് ഡി സബ് ഷെല്ലിന് 5 ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്. അത് ഏതൊക്കെയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ. ഇപ്പോൾ ഡി ഓർബിറ്റൽസ് പോസിബിൾ ഓറിയൻറ്റേഷൻ 5 ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അടുത്ത ക്വാണ്ടം നമ്പർ ആണ് ഫോർത്ത് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ, ദാറ്റ് ഈസ് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. എസ് എന്ന് പറയുന്ന ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്യാം, ഓർ എം എസ് എന്ന് പറയാം. ഇത് എന്ത് ഇൻഫർമേഷൻ ആണ് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓറിയൻറ്റേഷൻ ഓഫ് ദ ഇലക്ട്രോൺ, അതായത് സ്പിൻ ഓറിയൻറ്റേഷൻ. ഇലക്ട്രോണിൻ്റെ സ്പിൻ ഡിഫറെൻറ്റ് ടൈപ്പ് സ്പിൻ ആണുള്ളത്. 2 രീതിയിലുള്ള സ്പിൻ പോസിബിൾ ആണ് ഇലക്ട്രോണിന്. ഇലക്ട്രോൺ സ്പിൻ ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണ് ഇലക്ട്രോണിൻ്റെ സ്പിൻ എങ്കിൽ ദ വാല്യൂ പോസിബിൾ വാല്യൂ ഈസ് +½ ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് സ്പിൻ ഓഫ് ദ ഇലക്ട്രോൺ എങ്കിൽ -½ ആയിരിക്കും. സ്പിൻ ഓഫ് ദ ഇലക്ട്രോൺ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരോ മാർക്ക് പോയിന്റ് ടുവാർഡ്സ് അപ്പ് ആണെങ്കിൽ +½ ആണ്, അതേപോലെ ആരോ മാർക്ക് പോയിന്റ് ടുവാർഡ്സ് ഡൗൺ ആണെങ്കിൽ -½ ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ n, that is can have the possible value, it can have the possible value 1 2 3 etc. ആണ്. അതായത് 1 എന്ന് പറഞ്ഞാൽ കെ ഷെല്ലാണ് മെയിൻ എനർജി ലെവൽ, ഫസ്റ്റ് എനർജി ലെവൽ, മെയിൻ എനർജി ലെവൽ 1 ആണെങ്കിൽ കെ ഷെല്ലാണ്, 2 ആണെങ്കിൽ എൽ ഷെല്ലാണ്, 3 ആണെങ്കിൽ എം ഷെല്ലാണ്, 4 ആണെങ്കിൽ എൻ ഷെല്ലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത് വിച്ച് ഇസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. ഇതിൽ നമുക്ക് എന്തൊക്കെ ഡാറ്റയാണ് വിച്ച് ഡിറ്റർമിൻസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ഏത് മെയിൻ എനർജി ലെവലാണ് ഇലക്ട്രോൺ പ്രസന്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ എനർജി ഓഫ് ദ ഓർബിറ്റൽ ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിച്ചതാണ് അസിമെട്രിക് ക്വാണ്ടം നമ്പർ ആണ്, ദാറ്റ് ഈസ് എൽ. Azimuthal quantum number, that is L, it can have the possible value from 0 to n-1 possible values ആണ്. അതായത് L is 0 1 2 3 ആണെങ്കിൽ L is equal to 0 ആണെങ്കിൽ ഏത് ഓർബിറ്റൽ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S ഓർബിറ്റൽ ആണ്, 1 ആണെങ്കിൽ P ആണ്, 2 ആണെങ്കിൽ D ഓർബിറ്റൽ ആണ്, 3 ആണെങ്കിൽ F ഓർബിറ്റൽ ആണ്. ഇങ്ങനെയാണ് നമ്മൾ അസിമെട്രിക് ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ്. അതായത് ഒരു ഷെല്ലിൽ അടങ്ങിയിട്ടുള്ള സബ് എനർജി ലെവൽ, അതായത് സബ് ഷെൽസിനെ നമുക്ക് മനസ്സിലാക്കാൻ എൽ വാല്യൂസ് കൊണ്ട് കഴിയും. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇഫ് n is equal to 1 ആണെങ്കിൽ എൽ പോസിബിൾ എൽ വാല്യൂസ് എന്ന് പറയുന്നത് എൽ ക്യാൻ ഹാവ് ദ വാല്യൂ 0 to n-1 ആണ്. 0 to n-1 അപ്പോൾ 0 ഉണ്ട്, n is 1 ആണ്, അപ്പോൾ 1 - 1 0 ആണ്, അപ്പോൾ ഓൺലി 1 വാല്യൂ ഈസ് പോസിബിൾ, ദാറ്റ് ഈസ് 0. സോ ഓർബിറ്റൽ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതുക 1, ദിസ് ഈസ് എ മെയിൻ എനർജി ലെവൽ, n ഫസ്റ്റ് എഴുതുക, എന്നിട്ട് എൽ എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റൽ ആണ്. സോ ഓർബിറ്റൽ ഡെസിഗ്നേഷൻ റെപ്രസെൻറ്റേഷൻ ഈസ് 1s. അപ്പോൾ 1s. അപ്പോൾ ഒന്നാമത്തെ എനർജി ലെവലിൽ ഒരു സബ് എനർജി ലെവൽ മാത്രമാണുള്ളത്. അത് ഏത് ഓർബിറ്റലാണ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സബ് ഷെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആണ്. സോ ദ ഡെസിഗ്നേഷൻ ഓഫ് ദ ഓർബിറ്റൽ ഈസ് 1s. നമ്മൾ അനദർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ n is equal to 2 ആണെങ്കിൽ എല്ലിൻ്റെ പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 0 to n-1 ആണ്. അപ്പോൾ 0 n-1, n ഈസ് എന്താണ് 2 ആണ്, 2 - 1 1 ആണ്. സോ 1, 0 1 മാത്രമാണ് പോസിബിൾ. 2 വാല്യൂസ് ഉണ്ട്, അതായത് ഏതാണ് 0 എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റൽ ആണ്, 0 എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റൽ ആണ്, 1 എന്ന് പറഞ്ഞാൽ പി ആണ്. സോ ദ ഓർബിറ്റൽ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക, എന്നിൻ്റെ വാല്യൂ ആദ്യം എഴുതണം, ദറ്റ് ഈസ് 2. 0 എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റൽ ആണ്, സോ 2s. ഇനി നമ്മൾ 2 വീണ്ടും എഴുതുക, എൻ വാല്യൂ 2 ആണ്, പി എന്ന് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ വാല്യൂ 1 ആണെങ്കിൽ പി ഓർബിറ്റൽ ആണ്, സോ 2p. അപ്പോൾ നമുക്ക് പറയാം സെക്കൻഡ് മെയിൻ എനർജി ലെവലിൽ 2 സബ് എനർജി ലെവൽസ് ഉണ്ട്, 0 1, അതായത് ഓർബിറ്റൽ ഏതാണ് എസും പിയുമാണ്. ഇപ്പോൾ 2s 2p എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് n ക്യാൻ ഹാവ് ദ അനദർ വാല്യൂ, നമ്മൾ n is equal to 3 എന്ന് കൊടുത്താൽ l ക്യാൻ ഹാവ് ദ പോസിബിൾ വാല്യൂസ്, ദാറ്റ് ഈസ് 0 ഉണ്ട്, 0 to n-1 ആണ്. സോ 0 then 1 then 2, അതായത് 3 - 1 that is 2. അപ്പോൾ നമുക്ക് 0 എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റൽ ആണ്, 1 എന്ന് പറഞ്ഞാൽ പി ആണ്, 2 എന്ന് പറഞ്ഞാൽ ഡി ആണ്. സോ 3 നമ്മളെ ഓർബിറ്റൽ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റിൽ 3s എന്ന് പറയാം, പിന്നെ 3p എന്ന് പറയാം, പിന്നെ 3d എന്ന് പറയാം. അതായത് തേർഡ് മെയിൻ എനർജി ലെവലിൽ 3 സബ് എനർജി ലെവൽസ് ഉണ്ട്, 0 1 2 ആണത്. ഏതാണ് ഓർബിറ്റൽ, എസ് പി ഡി ആണ്. സോ 3s 3p ആൻഡ് 3d ആണ് ഓർബിറ്റൽസിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചതാണ് അനദർ ക്വാണ്ടം നമ്പർ, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ m ആണ്, ഓർ വി സേ ml.
ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ വാല്യൂ ഇതെന്താണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് പോസിബിൾ വാല്യൂ ഒരു ഓർബിറ്റൽസിൻ്റെ എം വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് ഈസ് നമ്പർ ഓഫ് എത്ര പോസിബിൾ വാല്യൂസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ 2l+1 വാല്യൂസ് പോസിബിൾ ആണ്. 2l+1 വാല്യൂസ്, അതായത് 2l+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് L ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എത്ര എം വാല്യൂസ് പോസിബിൾ ആണ്? 2 × 0+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് ഇതിൻ്റെ അർത്ഥം എം വാല്യൂസ്, അതായത് മാഗ്നറ്റിക് മൊമെൻറ്റം ക്വാണ്ടം നമ്പർ വാല്യൂസ് എത്ര വാല്യൂസ് ഉണ്ട്? ഒരു വാല്യൂ മാത്രമാണ് പോസിബിൾ. അപ്പോൾ ഏതൊക്കെയാണ് ആ വാല്യൂസ് എന്ന് പറയുന്നത്? അത് നമുക്ക് പഠിച്ച പ്രകാരം -L2 + L ആണ്, ഇൻക്ലൂഡിങ് 0. അപ്പോൾ ഇവിടെ നമ്മൾ S ഓർബിറ്റലാണ്, L 0 ആയതുകൊണ്ട് S ഓർബിറ്റൽ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ 0 ആണ് എം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ S ഓർബിറ്റൽസിൻ്റെ എം വാല്യൂ എന്താണ്? 0 ആണ്. ഓൺലി 1 ഓറിയൻറ്റേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ M ഈസ് ഈക്വൽ ടു 0 ഓർ ML ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. അപ്പോൾ ഫോർ അനദർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ L ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഡി ഓർബിറ്റൽ ആണ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എത്ര എം എൽ വാല്യൂസ് ഓർ എം വാല്യൂ പോസിബിൾ ആണെന്ന് നോക്കാം. 2l+1 ആണ്. 2l+1 മീൻസ് 2l+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × L വാല്യൂ 2 ആയതുകൊണ്ട് +1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇതിൻ്റെ അർത്ഥം ഡി എന്ന് പറയുന്ന ഓർബിറ്റൽസിന് 5 ഓറിയൻറ്റേഷൻ ഉണ്ട് എന്നാണ്. 5 ഓറിയൻറ്റേഷൻ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ -L2 + L ഇൻക്ലൂഡിങ് 0 ആണ്. സോ എം എൽ വാല്യൂ ഓർ എം വാല്യൂ എന്ന് പറയുന്നത് -L ഏതാണ്? L വാല്യൂ 2 ആണ്. -2 -1 0 ഇൻക്ലൂഡിങ് 0 ആണ്. 0 1 2. അപ്പോൾ -L2 + L ആണ് നമുക്ക്. അപ്പോൾ 5 വാല്യൂസ് ഉണ്ട്. -2 -1 0 1 2. ഇതിൻ്റെ അർത്ഥം ഡി എന്ന് പറയുന്ന ഓർബിറ്റൽസിന് 5 ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്. 5 രീതിയിൽ ഡി ഓർബിറ്റൽസിന് ഓറിയൻറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുക. അതേപോലെ L ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഏത് ഓർബിറ്റൽ നമുക്കറിയാം? പി ഓർബിറ്റൽ ആണ്. സോ പി ഓർബിറ്റൽസ് നമുക്ക് എത്ര ഓറിയൻറ്റേഷൻ പോസിബിൾ ആണെന്ന് നോക്കാം. ദാറ്റ് ഈസ് എം എൽ വാല്യൂ എത്രയുണ്ടെന്ന് നോക്കാം. സോ 2l+1 2 × 1+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഓറിയൻറ്റേഷൻ ആണ് പി എന്ന് പറയുന്ന ഓർബിറ്റൽസിന് പോസിബിൾ ആയിട്ടുള്ളത്. 3 ഓറിയൻറ്റേഷൻ ആണ്. അതേതൊക്കെയാണ് എം എൽ വാല്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർ എം വാല്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക -L2 + L ഇൻക്ലൂഡിങ് 0 ആണ്. അപ്പോൾ -L എത്രയാണ്? പിയുടെ എൽ വാല്യൂ 1 ആണ്. സോ -1 ആണ്. -1 0 and 1. അപ്പോൾ 3 വാല്യൂസ് ആണ്. പി ഓർബിറ്റൽസിന് 3 ഓറിയൻറ്റേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ഇതാണ് ഈ ക്വാണ്ടം നമ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച പ്രകാരം സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. സ്പിൻ ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്. എസ് ഇതെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്പിൻ ഓഫ് ദ ഇലക്ട്രോൺ ആണ്. ഒരു ഇലക്ട്രോണിന് 2 രീതിയിലുള്ള സ്പിന്നാണ്. ഒന്ന് ക്ലോക്ക് വൈസ് സ്പിന്നും മറ്റൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നുമാണ്. ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ +1/2 -1/2 ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ -1/2 ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4s1 ഇതിൻ്റെ 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് എഴുതാൻ കഴിയും. 4s എന്ന് പറയുന്ന ഒരു ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. 4s1 എന്നാണ്. സോ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇതിൻ്റെ അർത്ഥം ഒരു ഇലക്ട്രോണ് ഇത് മുകളിലേക്ക് ആണ് ഇതിൻ്റെ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതിയാൽ n ഈസ് ഈക്വൽ ടു 4 ആണ്. എൽ വാല്യൂ എന്ന് പറയുന്നത് എസ് ഓർബിറ്റൽ ആയതുകൊണ്ട് 0 ആണ്. അതേപോലെ എം എൽ വാല്യൂ ഓർ എം വാല്യൂ എന്ന് പറയുന്നത് ഒരു ഓറിയൻറ്റേഷൻ മാത്രമാണ് എസ് ഓർബിറ്റൽസിനുള്ളൂ. സോ ഇറ്റ് ഈസ് 0 ആൻഡ് എസ് സ്പിൻ ഓഫ് ദ ഇലക്ട്രോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു +1/2 ആണ്. ഇതെങ്ങനെയാണ് +1/2 എന്ന് കിട്ടിയത് നമുക്ക് നോക്കാം. ഹെഡ് മുകളിലേക്കാണ് എറോ മാർക്ക് ഉള്ളത്. നമുക്ക് ഒന്നുകിൽ +1/2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ -1/2. ഓൺലി 1 ഓറിയൻറ്റേഷൻ ആണ്, ഓൺലി 1 സ്പിൻ ആണ്. ഒന്നുകിൽ അത് +1/2 ആയിരിക്കും, അതല്ലെങ്കിൽ -1/2. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, പ്ലസ് ഓർ -1/2 എന്ന് എഴുതാം. ഓർ വി ക്യാൻ റൈറ്റ് -1/2. അപ്പോൾ -1/2 എഴുതുമ്പോൾ നമുക്ക് ഈ എറോ മാർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അനദർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 3s2 എന്ന് പറയുന്ന ഓർബിറ്റൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എങ്ങനെ ക്വാണ്ടം നമ്പർ എഴുതാൻ നോക്കാം. ഇതിൽ 2 ഇലക്ട്രോണാണ് ഉള്ളത്. 2 ഇലക്ട്രോണിനെ മുകളിലെ ആരോ മാർക്ക് അതേപോലെ താഴെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നു 2 ഇലക്ട്രോണുകൾ. സോ ഇതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 3, n 3 ആണ്. അതേപോലെ L എസ് ഓർബിറ്റൽ ആയതുകൊണ്ട് എസ് ഓർബിറ്റിൻ്റെ L വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ m വാല്യൂ എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ ഓഫ് എസ് ഓർബിറ്റൽ ഓൺലി 1 ഓറിയൻറ്റേഷൻ ദാറ്റ് ഈസ് ഹാവിംഗ് ദ വാല്യൂ എസ് ഓർബിറ്റൽ ആയതുകൊണ്ട് 0 ആണ്. ഇനി അതേപോലെ നമുക്ക്
സ്പിൻ ഓഫ് ദ ഇലക്ട്രോൺ. ഇത് ഒന്നാമത്തെ ഇലക്ട്രോണിന്റെ സ്പിന്ന് +12 ആണ്. നമ്മൾ ഇനി പറയുന്നത് രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. സോ n വാല്യൂ 3 തന്നെയാണ്, l വാല്യൂ s ഓർബിറ്റൽ ആയതുകൊണ്ട് 0 ആണ്, m വാല്യൂ ദാറ്റ് ഈസ് ഓൾസോ 0. ഇത് മാത്രമാണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ സ്പിന്ന് മാത്രമാണ് ഡിഫറൻറ്റ്. സ്പിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എസ് വാല്യൂ ഡിഫറൻ്റ് ആണ്, -12 ആയിരിക്കും. മറ്റേത് +12 ആണ്, -12 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആണ് ഓർബിറ്റൽസിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതുന്നത്. സാധാരണഗതിയിൽ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്, എങ്ങനെയാണ് നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് എഴുതുക എന്നുള്ളത്. അതേപോലെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. റെപ്രസെൻറ്റ് ദ ഫോളോയിങ് ഓർബിറ്റൽ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. n = 3. ഇതിൻ്റെ ഓർബിറ്റൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നാണ് നമ്മൾ എഴുതേണ്ടത്. 3 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതി, n വാല്യൂ എഴുതി, l 1 ആണ്. അപ്പോൾ ഏത് ഓർബിറ്റലാണ് നമുക്കറിയാം, ദറ്റ് ഈസ് p ഓർബിറ്റൽ. ഇനി നമ്മൾ ഈ ഓർബിറ്റൽ എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. n = 4 ആണ്. സോ 4 എന്ന് എഴുതി, l വാല്യൂ 1 ആയതുകൊണ്ട് p ഓർബിറ്റൽ ആണ്. അഗെയിൻ 4p ഓർബിറ്റൽ. ഈ കേസിൽ നമുക്ക് n = 5 ആണ്. സോ l = 0 ആണ്. സോ നമ്മൾ 5 എന്ന് എഴുതി, l = 0 ആയതുകൊണ്ട് നമുക്ക് s ഓർബിറ്റൽ ആണ്. സോ 5s ഓർബിറ്റൽ. ഇതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ. ഇനി അതേപോലെ മറ്റൊരു എക്സാമ്പിൾ കൂടെ പറയാം. സപ്പോസ് n = 3 and l = 2. വാട്ട് ഈസ് ദ ഡെസിഗ്നേഷൻ, അല്ലെങ്കിൽ ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദ ഓർബിറ്റൽ? അങ്ങനെയാണെങ്കിൽ n 3 ആയതുകൊണ്ട് 3 എന്ന് എഴുതി, l = 2 ആയതുകൊണ്ട് 3d ഓർബിറ്റൽ ആണ്. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർബിറ്റൽ ഈസ് നോട്ട് പോസിബിൾ. അതായത് a 2d 3p 3f and 5s. നമ്മൾ എങ്ങനെയാണ് പോസിബിൾ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാം. ഇതിൻ്റെ n വാല്യൂ എഴുതി നോക്കാം. n ഫോർ എക്സാമ്പിൾ a നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. a എന്ന് പറയുന്നത് 2d ആണ്. സോ ഇതിൻ്റെ n വാല്യൂ = 2, l വാല്യൂ = 2 ആണ് ഇവിടെ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. വൈ? ബിക്കോസ് ഇഫ് n = 2 ആണെങ്കിൽ l വാല്യൂ എന്ന് പറയുന്നത് 0 to n - 1 ആണ്. അപ്പോൾ ഓൺലി നമുക്ക് 0ഉം 1ഉം മാത്രമാണ് പോസിബിൾ ആകുള്ളൂ. n 2 വരുമ്പോൾ l വാല്യൂ ഓൺലി 0 and 1 മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. ഒരിക്കലും l 2 എന്ന് വരില്ല. അപ്പോൾ l പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 0 to n - 1 ആണ്. ഇനി നമ്മൾ b പരിശോധിക്കാം. b എന്ന് പറയുന്നത് 3p ആണ്. ദാറ്റ് ഈസ് 3p എന്ന് പറഞ്ഞാൽ n = 3 ആണ്. അതേപോലെ l = 1 ആണ്. ഇത് പോസിബിൾ ആണോ? ബിക്കോസ് ദിസ് ഈസ് പോസിബിൾ. ബിക്കോസ് ഇത് പോസിബിൾ ആണ്, കാരണം l വാല്യൂ എന്ന് പറയുന്നത് 0 to n - 1 ആണ്. ഇവിടെ n 3 ആയതുകൊണ്ട് 0 പോസിബിൾ ആണ്. അതേപോലെ 0 to n - 1 എന്ന് പറഞ്ഞാൽ 3 - 1 2 ആണ്. 2 വരെയുള്ള പോസിബിൾ ആണ്. 0 പോസിബിൾ ആണ്, 1 പോസിബിൾ ആണ്, 2 പോസിബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് പോസിബിൾ ആണ്. 2d ഓർബിറ്റൽ ഈസ് നോട്ട് പോസിബിൾ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി ആണത് 3f ഓർബിറ്റൽ ആണ്. പോസിബിൾ ആണോ അല്ലയോ 3f ഓർബിറ്റൽ? ദറ്റ് ഈസ് ഇതിൻ്റെ n വാല്യൂ = 3 ആണ്. l വാല്യൂ ഇവിടെ 3 ആണ്. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് n = 3 ആകുമ്പോൾ l വാല്യൂ 0 to n - 1. 3 - 1 മീൻസ് 2 ആണ്. 2 വരെയുള്ള വാല്യൂ മാത്രമാണ് പോസിബിൾ. 3 ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ 3f ഉണ്ടാവുകയില്ല. 3f ഈസ് നോട്ട് പോസിബിൾ. ഇനി നമുക്ക് അടുത്തത് 5s പോസിബിൾ ആണോ അല്ലയോ. n = 5 ആണ്. ഇതിൻ്റെ l വാല്യൂ 0 ആണ്. s ഓർബിറ്റൽ ആയതുകൊണ്ട് ഇത് പോസിബിൾ ആണ്. ബിക്കോസ് n 5 ആയതുകൊണ്ട് 0 to n - 1. 5 - 1 ദാറ്റ് ഈസ് = 4. അതായത് 0 1 2 3 4 വരെ വാല്യൂസ് പോസിബിൾ ആണ്. സോ 5s ഓർബിറ്റൽ പോസിബിൾ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് 3f നോട്ട് പോസിബിൾ ആൻഡ് 2d ഈസ് ഓൾസോ നോട്ട് പോസിബിൾ എന്ന് മനസ്സിലായി. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളതാണ്. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് സ്റ്റേറ്റ് വിച്ച് ആർ പോസിബിൾ എക്സ്പ്ലെയിൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് n = 0. ഫസ്റ്റ് വൺ ഈസ് n = 0, l = 0. അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം n ഒരിക്കലും 0 ആവില്ല. മിനിമം വാല്യൂ ഓഫ് n ഷുഡ് ബി 1. സോ 1 2 3 എക്സ്ട്രാ ആണ് n പോസിബിൾ വാല്യൂ. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ഫസ്റ്റ് വൺ ഈസ് നോട്ട് പോസിബിൾ. സെക്കൻഡ് വൺ ഈസ് n = 1, l = 0 ആണ്, m = 0, s = -12 ആണ്. നമുക്ക് n 1 ആയതുകൊണ്ട് l 0 ആകാം, l 0 ആയതുകൊണ്ട് m 0 ആണ്, s ഒരു ഇലക്ട്രോൺ ആണ്, -12 ഉള്ള സ്പിനുള്ള ഇലക്ട്രോൺ ആയിരിക്കാം. അപ്പോൾ ഈ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ പോസിബിൾ ആണ്. തേർഡ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ n = 1, l = 0, m = 0, s = +12 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിലെ എല്ലാ വാല്യൂസും n = 1 ആയതുകൊണ്ട് l 0 ആകാം, 0 ആയതുകൊണ്ട് m 0 ആകാം. ഈ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ പോസിബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് വൺ നോക്കാം. n = 1, l = 0, m = +1 ആണ്. This is not possible because n = 1 ആണ്, l 0 ആണ്. പക്ഷേ m l ഒരിക്കലും l 0 ആണെങ്കിൽ m l എപ്പോഴും 0 ആയിരിക്കും.
അതായത് എൽ എസ് 0 എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റിലാണ്. എസ് ഓർബിറ്റിൽ ഒരു ഓറിയന്റേഷൻ മാത്രമാണ്. അത് ആ ഓറിയന്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ നോട്ട് പോസിബിൾ.